ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സമ്മർ സീസൺസിലൊക്കെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തിൽ തന്നെ വരുന്ന ഒരു ഫ്രോക്കിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ് ഷോൾഡർ 12 ഇഞ്ച്, ചെസ്റ്റ് 23, വേസ്റ്റ് 22, ലെങ്ത് 36, ആമോൾ 11.5. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഫാബ്രിക് എടുത്തിട്ട് 4 ഫോൾഡായി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാം. 12 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ചിന്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബോഡി പാർട്ടിനായി നമ്മൾ ഒരു 11 ഇഞ്ച് ലെങ്ത് വെക്കാം. 11 പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 23 ആണ്. 5.25 വരും. 5.25 മാർക്ക് ചെയ്ത് 5.25 പ്ലസ് ഒരു 1/4 ഇഞ്ച് ലൂസിങ്ങിനായി വിട്ടിട്ടുണ്ട്. ഒരു 1 ഇഞ്ചിനടുത്ത് മാർജിനും ഇട്ടിട്ടുണ്ട്. വേസ്റ്റ് 22 ആണ്. അപ്പോൾ 5.5 ഇഞ്ച് വരും. 5.5 പ്ലസ് ഒരു 1/4 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് വേസ്റ്റ് ലൂസിങ് ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ച് മാർജിൻ ഇട്ടിട്ടുണ്ട്. ഇവ തമ്മിൽ യോജിപ്പിക്കാം. ഷോൾഡർ ഒരു 1/4 ഇഞ്ച് ഡൗൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആമോൾഡ് ഷേപ്പ് ചെയ്യാം. അഞ്ചേ 1/4 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു അല്പം കൂടി താഴെ ഇറക്കി കൊടുക്കേണ്ടതാണ്. അടുത്തതായി ബാക്ക് നെക്ക് ഡ്രോപ്പിലേക്കായി 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് മതിയാവും. എവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത ശേഷം തമ്മിൽ യോജിപ്പിക്കുക. ബാക്കിൻ്റെ ഷേപ്പിലേക്കായി ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിനുമുമ്പ് നമുക്ക് ഇതിൻ്റെ ചരട് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. 1.25 ഇത് 2.25. അപ്പോൾ 3.5 ഇഞ്ചിൻ്റെ
3.5 ഇഞ്ചിന്റെ ചരടാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേണ്ടത്. ബെൽറ്റായിട്ട് ഷോൾഡറിൽ ടൈ ചെയ്യുന്നതായി 3.5 ഇഞ്ച് പ്ലസ് കെട്ടാനുള്ള മാർജിൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായി കട്ട് ചെയ്യാവുന്നൊരു ഡ്രസ്സാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ചില കുട്ടികളുടേതായതുകൊണ്ട് കൂടുതലൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മെഷർമെന്റ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്കിന്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനൽ മാറ്റിയ ശേഷം ഫ്രണ്ടിന്റെ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇതിന്റെ ഫ്രണ്ട് ബാക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ താഴെയുള്ള പാനൽ കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ മൊത്തമായി 36 ഇഞ്ച് ലെങ്ത് ആണ്. ബോഡി പാർട്ട് 11 ഇഞ്ചാണ്. അപ്പോൾ ബാക്കി 25 ഇഞ്ച് ഉണ്ടാവും. 25 ഇഞ്ചിന്റെ 3 പാനൽ കട്ട് ചെയ്യണം. 25 ഇഞ്ച് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഒരു പാനൽ 8.5 ഇഞ്ച് വരും. അപ്പോൾ 8.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് മാർജിൻ ചേർത്ത് 9.5 ഇഞ്ചിന്റെ 3 പാനൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏകദേശം 15.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 15.5 ഇഞ്ചിന്റെ ഡബിളായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 1.5 മടങ്ങ് എടുത്താലും മതിയാവും. അളവിൽ 3 പാനൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് വെച്ചാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി 3 പാനൽ കട്ട് ചെയ്യുന്നുണ്ട്. ബോഡി പാർട്ടിന്റെ ഡബിളാണ് ഇതിന്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. 8.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് മാർജിൻ 9 ഇഞ്ചിന്റെ 3 പാർട്ടാണ്. ഇത് വളരെ എളുപ്പം ചെയ്ത് എടുക്കാവുന്ന ഒരു ഗൗണാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.